1 കൊരിന്ത്യർ 4-ാം അധ്യായം. ചോദ്യം 1. പൗലോസിനെയും കൂടെയുള്ള അപ്പോസ്തലന്മാരെയും ആരെന്ന് എണ്ണിക്കൊള്ളട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ. ചോദ്യം 2. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്ന ഗുണം എന്താണ്? ഉത്തരം: വിശ്വസ്തത. ചോദ്യം 3. എത്രയും ലഘുകാര്യം എന്ന് പൗലോസ് പറയുന്നത് എന്താണ്? ഉത്തരം: മനുഷ്യർ കഴിക്കുന്ന വിസ്താരത്തിൽ പൗലോസിനെ കൊരിന്ത്യർ വിധിക്കുന്നത്. ചോദ്യം 4. തന്നെ വിധിക്കുന്നത് ആരെന്നാണ് പൗലോസ് കൊരിന്ത്യരോട് പറയുന്നത്? ഉത്തരം: കർത്താവ്. ചോദ്യം 5. കർത്താവ് വരുവോളം സമയത്തിനു മുൻപേ ഒന്നും വിധിക്കരുത് എന്ന് പറഞ്ഞതാരാണ്? ഉത്തരം: പൗലോസ്. ചോദ്യം 6. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തുന്നത് ആരാണ്? ഉത്തരം: കർത്താവ്. ചോദ്യം 7. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തുമ്പോൾ ഓരോരുത്തന് ഉണ്ടാകുന്നത് എന്താണ്? ഉത്തരം: ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ച. ചോദ്യം 8. കർത്താവ് വരുവോളം ഒന്നും വിധിക്കരുത്, കർത്താവ് വരുമ്പോൾ ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും എന്ന് പൗലോസ് ആരെയെല്ലാം ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? ഉത്തരം: പൗലോസിനെയും അപ്പൊല്ലോസിനെയും. ചോദ്യം 9. പൗലോസിനെയും അപ്പൊല്ലോസിനെയും ഉദ്ദേശിച്ച് കർത്താവ് വരുവോളം ഒന്നും വിധിക്കരുത് എന്ന് പൗലോസ് പറഞ്ഞത് ആര് നിമിത്തമാണ്? ഉത്തരം: കൊരിന്ത്യർ നിമിത്തം. ചോദ്യം 10. എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിക്കാതിരിപ്പാൻ എന്തു കണ്ട് പഠിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: പൗലോസിൻ്റെയും അപ്പൊല്ലോസിൻ്റെയും ദൃഷ്ടാന്തം. ചോദ്യം 11. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്ത്? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ആരാണ് ഇത് പറഞ്ഞത്? ഉത്തരം: പൗലോസ്. ചോദ്യം 12. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി, അയ്യോ, നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണു എങ്കിൽ കൊള്ളായിരുന്നു. ആരെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: കൊരിന്ത്യരെക്കുറിച്ച്. ചോദ്യം 13. ലോകത്തിന്, ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുന്നതാരാണ്? ഉത്തരം: പൗലോസും കൂടെയുള്ള അപ്പോസ്തലന്മാരും. ചോദ്യം 14. അപ്പോസ്തലന്മാരെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെപ്പോലെ നിർത്തിയതാരാണ്? ഉത്തരം: ദൈവം. ചോദ്യം 15. അപ്പോസ്തലന്മാരെ ഒടുക്കത്തവരായി മരണവീഥിയിൽ ഉൾപ്പെട്ടവരെപ്പോലെ ദൈവം നിർത്തിയത് എന്തുകൊണ്ടാണ്? ഉത്തരം: അപ്പോസ്തലന്മാർ ലോകത്തിന്, ദൂതന്മാർക്കും മനുഷ്യർക്കും കൂത്തുകാഴ്ചയായി തീർന്നിരിക്കകൊണ്ട്. ചോദ്യം 16. അപ്പോസ്തലന്മാർ ഭോഷന്മാരും ബലഹീനരും മാനഹീനരും ആയത് ആരിലാണ്? ഉത്തരം: ക്രിസ്തുവിൽ. ചോദ്യം 17. ക്രിസ്തുവിൽ വിവേകികളും ബലവാന്മാരും മഹത്തുക്കളും ആരെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: കൊരിന്ത്യർ. ചോദ്യം 18. വിശന്നും ദാഹിച്ചും ഉടുപ്പാൻ ഇല്ലാതെയും
കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നതാരാണ്? ഉത്തരം അപ്പോസ്തലന്മാർ. ചോദ്യം 19. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുകയും ശകാരം കേട്ടിട്ട് ആശീർവദിക്കുകയും ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുകയും ദൂഷണം കേട്ടിട്ട് നല്ല വാക്കു പറയുന്നതും ആരാണ്? ഉത്തരം അപ്പോസ്തലന്മാർ. ചോദ്യം 20. ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്നുവരെ സകലത്തിൻ്റെയും അഴുക്കായും തീർന്നിരിക്കുന്നതാരാണ്? ഉത്തരം അപ്പോസ്തലന്മാർ. ചോദ്യം 21. ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ലാത്തത് ആർക്കാണ്? ഉത്തരം കൊരിന്ത്യർക്ക്. ചോദ്യം 22. കൊരിന്ത്യരെ ക്രിസ്തു യേശുവിൽ സുവിശേഷത്താൽ ജനിപ്പിച്ചതാരാണ്? ഉത്തരം പൗലോസ്. ചോദ്യം 23. പൗലോസ് കൊരിന്ത്യരെ ആരിലാണ് സുവിശേഷത്തിൽ ജനിപ്പിച്ചത്? ഉത്തരം ക്രിസ്തു യേശുവിൽ. ചോദ്യം 24. പൗലോസ് കൊരിന്ത്യരെ എന്തിനാണ് പ്രബോധിപ്പിക്കുന്നത്? ഉത്തരം പൗലോസിൻ്റെ അനുകാരികളാകാൻ. ചോദ്യം 25. കർത്താവിൽ വിശ്വസ്തനും പൗലോസിൻ്റെ പ്രിയ മകനും ആരാണ്? ഉത്തരം തിമോഥെയോസ്. ചോദ്യം 26. 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ലാത്തതിനാൽ ആരെയാണ് കൊരിന്ത്യരുടെ അടുക്കൽ പൗലോസ് അയച്ചത്? ഉത്തരം തിമോഥെയോസിനെ. ചോദ്യം 27. ക്രിസ്തുവിലുള്ള പൗലോസിൻ്റെ വഴികൾ കൊരിന്ത്യരെ ഓർപ്പിക്കാൻ പൗലോസ് അയച്ചത് ആരെയാണ്? ഉത്തരം തിമോഥെയോസിനെ. ചോദ്യം 28. ആര് അടുക്കൽ വരികയില്ല എന്ന് വെച്ചാണ് കൊരിന്ത്യരിൽ ചിലർ ചീർത്തിരിക്കുന്നത്? ഉത്തരം പൗലോസ്. ചോദ്യം 29. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു, ആരാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം പൗലോസ്. ചോദ്യം 30. വടിയോടുകൂടെയോ സ്നേഹത്തിലും സൗമ്യതയിലുമോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത്? ആരാണ് ഇപ്രകാരം കൊരിന്ത്യരോട് ചോദിച്ചത്? ഉത്തരം പൗലോസ്.